ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വആലിഹി കുല്ലി വസ്വഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. വിദ്യാർത്ഥികളെ, നമുക്ക് ഈ വർഷത്തെ അവസാന സെമ്മിലെ പാഠമാണ് മിഷ്കാത്തുൽ മസാബിഹിൽ ഇനി പോലെ എടുക്കേണ്ടത്. ഇന്ന് പോലെ ക്ലാസ് ആരംഭിക്കുകയാണ്. കിതാബുൽ ഇത്ഖ് മുതലല്ലേ നമുക്കിപ്പോൾ ഈ സെമ്മിൻ്റെ തുടക്കം കിതാബുൽ ഇത്ഖ് മുതൽ ആണ് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കിതാബ് നിക്കാഹ്, ആ കിതാബ് നിക്കാഹ് വരെ നമ്മൾ കഴിഞ്ഞ സെമ്മിൽ എടുത്തതാണ്. ഇനി കിതാബുൽ ഇത്ഖ് മുതലാണ് എടുക്കേണ്ടത്, ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത്ഖ് എന്ന് പറഞ്ഞാൽ മോചനം, അടിമത്ത മോചനം, അതിനാണ് ഇത്ഖ് എന്ന് പറയുന്നത്. അതായത് ഒരു ഉടമസ്ഥാവകാശത്തിൽ നിന്ന് പുറപ്പെടുക എന്നുള്ളതാണ് ഇത്ഖ് എന്നോട് ഉദ്ദേശിക്കുന്നത്. അത്തഖൽ അബദ ഇത്ഖ് എന്ന് പറയും. അപ്പം അടിമത്ത മോചനവുമായിട്ട് ബന്ധപ്പെട്ട പാഠം. അൽ ഫസുൽ അവൽ, ഒന്നാമത്തെ ഫസുല് 3382 ഹദീസാണ്. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട്, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മൻ അഅതക റഖബത്തൻ മുസ്ലിമത്തൻ, ആരെങ്കിലും ഒരു മുസ്ലിമത്തായ ഒരു പിരടിയെ മോചിപ്പിച്ചാൽ. അപ്പോൾ റഖബത്ത് എന്ന് ഉദ്ദേശിക്കുന്ന നഫ്സിനെ തന്നെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അഅതക അല്ലാഹു ബികുല്ലി ഉളുവിൻ മിൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മോചിപ്പിച്ചവൻ്റെ ഓരോ അവയവത്തിന് പകരമായി അള്ളാഹു മോചിപ്പിക്കും മിനന്നാർ, നരകത്തിൽ നിന്നും. ഹത്താ ഫർജഹു ബി ഫർജിഹി, എത്രത്തോളം ആ അടിമയുടെ ഗുഹ്യഭാഗത്തിന് പകരമായിട്ട് ഈ മോചിപ്പിച്ചവൻ്റെ ഗുഹ്യഭാഗത്തെയും അള്ളാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ ഓരോരോ അവയവവും എത്രത്തോളം ഫർജ് വരെ, ഗുഹ്യഭാഗം വരെ എന്നുള്ള അർത്ഥത്തിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഐ സവാഉൻ കാന ദക്കറൻ ഔ ഉൻസ എന്നുള്ള മാന, അത് ആണാകട്ടെ പെണ്ണാകട്ടെ. ഇവിടെ ഫർജിനെ എടുത്തു പറയാനുള്ള കാരണം, മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളിൽ ഏറ്റവും പാപകരമായ സംഗതി ഷിർക്കിന് ശേഷം ഫർജ് കൊണ്ടാണ് മനുഷ്യൻ ചെയ്യുന്നത് വ്യഭിചാരം. മാത്തന്നാസു ഹത്തൽ കിറാം എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇതൊരു പ്രത്യേകമായിട്ട് അതിൻ്റെ സ്ഥാനം വളർമ്മ കൂടുതലായതുകൊണ്ടാണ് ഫർജിനെ എടുത്തു പറഞ്ഞത് കേട്ടോ. അടുത്ത ഹദീസ് അബൂ ദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് കാലം അദ്ദേഹം പറഞ്ഞു, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായിട്ട് കേട്ടു, അയ്യുൽ അമലി അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള അമൽ ഏതാണ് നബിയെ എന്ന് ചോദിച്ചു. കാരണം തങ്ങൾ പറഞ്ഞു, ഈമാനു ബില്ലാഹ്, അള്ളാഹുവിനെക്കൊണ്ടുള്ള വിശ്വാസമാണ്. അപ്പോൾ ജിഹാദു ഫീ സബീലിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സമരമാണ്. കാല റാവി പറയുകയാണ്, അബൂ ദർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു, ഫഅയ്യു റിഖാബി അഫ്ളലു, അപ്പോൾ അടിമത്ത മോചനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മോചന വഴി ഏതാണ്? കാല തങ്ങൾ പറഞ്ഞു, അഗ്ലാഹ സമന, ഏറ്റവും വില കൂടിയ അടിമയെ മോചിപ്പിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. വംഫസുഹ എന്ത് അഹലിഹ, അതുപോലെ അതിൻ്റെ അഹലുകാർക്ക്, വീട്ടുകാർക്ക് ഏറ്റവും പ്രിയങ്കരമായ വിലമതിപ്പുള്ളതുമായിട്ടുള്ള അടിമയെ മോചിപ്പിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. കുൽത്തി ഞാൻ ചോദിച്ചു, അബൂദർ പറയാണ്, ഞാൻ ചോദിച്ചു, ഫഇല്ലം അഫ്അൽ, നബിയെ ഞാൻ അങ്ങനെ പ്രവർത്തിച്ചില്ലെങ്കിലോ? കാല തങ്ങൾ പറഞ്ഞു, തുഈനു സ്വാനിഅൻ ഔ തസ്നഉ ലി അഖറഖ്, നീ ഒരു പ്രവർത്തിക്കുന്നവനെ, ഒരു ജോലി ചെയ്യുന്നവനെ നീ സഹായിക്കണം, അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ തങ്ങൾ പറഞ്ഞു, ഔ തസ്നഉ ലി അഖറഖ എന്ന നബി തങ്ങൾ പറഞ്ഞത്. ഈ രൂപത്തിലാണ് നബി തങ്ങൾ പറഞ്ഞത്. സ്വലബ ബിഹി മഹാഷൻ, ജീവിതമാർഗത്തിൽ പ്രവർത്തിക്കുന്ന ആളിനെ നീ സഹായിക്കുക. അലി തങ്ങൾ പറഞ്ഞത്, ഔ തസ്നഉ ബിൽ ഇറാബൈനി, തസ്നഉ രണ്ടും പറയാം കേട്ടോ. മൻ ലൈസ ലഹു കസ്ബും മിൻ ഖറഖ ക ഫരിഹ പോലെ, ഖറഖൻ ബിത്തഹരീക് ലഹു അഖറഖി അൽ ജാഹിലു ബിമാ യഅമലുഹു, അതായത് യാതൊരു ജോലിയുമില്ലാത്ത, പ്രവർത്തിക്കുന്ന കാര്യത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാത്ത ആളിനെ നീ സഹായിക്കുക. അല്ലെങ്കിൽ തീരെ ദരിദ്രനായ ആളെ നീ സഹായിക്കുക. അങ്ങനെ പല അർത്ഥവും അതിനുണ്ട്. കാല അഹ്ലുൽ ലുഗത്തി റജുലുൻ അഖറക ലാ സുൻഅത ലഹു എന്നുള്ളത്, യാതൊരു ജോലിയും, അതായത് ഒന്നെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്ക് ഒരു സഹായം എന്ന നിലയ്ക്ക് അയാളെ സഹായിച്ചു കൊടുക്കുക,
അതിൽ തീരെ ജോലിയില്ലാത്ത ആൾക്ക് നീ ഒരു ജോലി കൊടുക്കുക എന്നുള്ള മാനം വെക്കാം. അബൂദർ റളിയല്ലാഹു പറയാണ്, കൊൽത്തു ഞാൻ ചോദിച്ചു ഫഇല്ലം അഫൽ നബിയെ ഞാനത് പ്രവർത്തിച്ചില്ലെങ്കിലോ? കാല തങ്ങൾ പറഞ്ഞു, തദ്ഉന്നാസ മിന ശിർക്കി, ജനങ്ങളെ നീ ശിർക്കിൽ നിന്നും തടയുക, മോചിപ്പിക്കുക. ഫഇന്നഹാ സ്വദഖത്തുൻ തസ്തുഖു ബിഹാ അലാ നഫ്സിക, നീ ചെയ്യുന്ന നിന്റെ ശരീരത്തിൻ്റെ മേൽ നീ ചെയ്യുന്ന ഒരു സ്വതക്കയാണ്, ഒരു ദാനമാണിത്. എന്ത്? ശിർക്ക് ചെയ്യുന്ന ആളുകളെ അവരുടെ ശിർക്കൻ വിശ്വാസത്തിൽ നിന്നും ശിർക്കൻ പ്രവൃത്തിയിൽ നിന്നും അവരെ മോചിപ്പിക്കുക എന്നുള്ളത്. അപ്പം മനുഷ്യന്മാരിലേക്ക് ശിർക്ക് എത്തിച്ചേരുന്ന കാര്യങ്ങളൊക്കെ നീ തടയണം എന്നർത്ഥം. ഇവരെ ഷിർക്കിയതല്ല, ഇവരെ ശരീരതല്ലേ, ഇവരെ ഷിർക്കിയതല്ല കേട്ടോ, ഇവരെ ശരീരതാണ്. തിന്മ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുക, ജനങ്ങളെ തിന്മ ചെയ്യുന്നതിൽ നിന്നും ജനങ്ങളെ തടയുക, ആ മാനയാണ്. ജനങ്ങളെ തിന്മ ചെയ്യുന്നതിൽ നിന്നും, അപ്പോൾ ഷിർക്കുൾപ്പെടെയൊക്കെ വരും എല്ലാ തിന്മകളും. നീ തിന്മ ചെയ്യാതിരിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് പ്രേരണ നൽകുക, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് നീ ഒരു തിന്മ നീ മുഖേന എത്താതിരിക്കാൻ നീ ശ്രമിക്കുക എന്നർത്ഥം. അപ്പോൾ തർക്കുന്നാസ് മിന ശർർ, തിന്മയിൽ നിന്ന് ജനങ്ങളെ തടയുക, ഒഴിവാക്കുക എന്നുള്ളത് നീ നിൻ്റെ ശരീരത്തിൽ ചെയ്യുന്ന ഒരു സ്വതക്കയാണ്. എന്നുവെച്ചാൽ നിൻ്റെ ശരീരത്തെ നീ കാക്കും, അല്ലെങ്കിൽ നീ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഒരു തിന്മ ഉണ്ടാക്കുമ്പോൾ ഇങ്ങോട്ടും നിനക്ക് നിൻ്റെ ശരീരത്തിനും അത് ബുദ്ധിമുട്ടായിട്ട് അതിൻ്റെ പ്രതിഫലം കിട്ടാൻ സാധ്യതയുണ്ട്. അതാണ് പറഞ്ഞത്. അൽ-ഫദ്ൽ രണ്ടാമത്തെ ഫസ്ല് അനിൽ ബറാഇ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഖാല ജാഅ അഅറാബിയ്യുൻ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു അഅറാബിയായ മനുഷ്യൻ നബി തങ്ങളുടെ അടുക്കലേക്ക് വന്ന് ഫഖാല, അതിന് ചോദിച്ചു. ആ അഅറാബിയായ ഗ്രാമീണവാസിയായ മനുഷ്യൻ, അല്ലിംനി അമലൻ യുദ്ഖിലുനിൽ ജന്ന, നബിയെ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ ഉതകുന്ന ഒരു പുണ്യപ്രവൃത്തിയെക്കുറിച്ച് എനിക്ക് അറിയിച്ചു തന്നാലും. ഖാല തങ്ങൾ പറഞ്ഞു, ലഇൻ കുന്ത അക്സറത്തൽ ഖുതുബത ലഖദ അഅറൽതൽ മസ്അല, ലഇൻ കുന്ത നീ ആയിത്തീർന്നാൽ അക്സറത്തൽ ഖുതുബത, നീ എന്താണ് നിൻ്റെ സംസാരത്തെ നീ ചുരുക്കുകയാണെങ്കിൽ, ലഖദ അഅറൽതൽ മസ്അലത, നീ മസ്അലയത്തോട് ചോദിക്കുന്നതിനോട് നീ തിരിഞ്ഞു കളയുന്നവനാവും. ആഴത്തിക്കൻ നെസമത്ത, നീ എന്ത് ചെയ്യണം? ഒരു നെസമത്തിനെ, ജീവനുള്ള വസ്തുവിനെ നീ മോചിപ്പിക്കുക, ജീവനുള്ള ജീവിയെ നീ മോചിപ്പിക്കുക. ഫുക്കർ റഖബത്ത, നീ അടിമയെ മോചിപ്പിക്കുക, അടിമത്തം മോചിപ്പിക്കുക. കാല, അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അവ ലൈസ വാഹിദ നബി, അവ രണ്ടും ഒന്ന് തന്നെയല്ലേ? നെസമത്തെ എന്ന് വെച്ചാൽ ജീവനുള്ള ജീവിയെ മോചിപ്പിക്കുക എന്നുള്ളതും അടിമയെ മോചിപ്പിക്കുക എന്നുള്ളതും ഒന്ന് തന്നെയല്ലേ എന്ന്. കാരണം തങ്ങൾ പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് അർത്ഥം ഒന്ന് തന്നെയാണെങ്കിലും പക്ഷേ രണ്ടാണ് ഉദ്ദേശം. ഇത്തക്കും നസമത്തി, ഈ നസമയെ, അതായത് ജീവനുള്ള വസ്തുവിനെ മോചിപ്പിക്കുക, ജീവനുള്ള ജീവിയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ മോചിപ്പിക്കൽ കൊണ്ട് നീ തനിക്കലാണ്. ഫഖു റഖബത്തി, അടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഫീ സമനിഹ, കേട്ടോ, അതിൻ്റെ വിലയെ, അതിൻ്റെ അടിമയെ മോചിപ്പിക്കൽ ആവശ്യമായിട്ടുള്ള തുകയുടെ വിഷയത്തിൽ നീ സഹായിക്കലാണ്. പിന്നെ അൽ മുൻഹനിഖത്തു അൽ ഉഖൂഫു വൽ ഫൈഉ അലാ ദിർ റഹബി അല്ലാലിം ഫഇല്ലം തത്ലഖ ദാലിക. അപ്പോൾ ബൽ മിൻഹത്തു, മിൻഹ ബിക്കിസ്രി ഫസ്കൂരി, മിൻഹത്ത് വൽ മിൻഹത്തു, മിൻഹത്ത് എന്ന് പറയുന്നത് അതായത് ഒരു ഔദാര്യം, ഒരു ദാനം. അതായത് നീ ഒരു എന്തെങ്കിലും ഒരു സഹായം ചെയ്യുക. ഇവിടെ അത് ഉദ്ദേശിക്കുന്നത് ആടിനെയോ അല്ലെങ്കിൽ എന്താണ് ഒട്ടകത്തേക്ക് എന്ത് ചെയ്യുക, കൊടുത്തിട്ട് അതിൻ്റെ പാല് കറന്ന് ഉപയോഗിക്കാൻ വേണ്ടി പാവങ്ങൾക്ക് കൊടുക്കുക. അതാണ് ഇവിടെ മിൻഹത്ത് ഉദ്ദേശിക്കുന്നത്. അതൽ വക്കൂഫ്, വക്കൂഫാണ്. വഹിയാൽ കസീറത്തുൽ ലബന്. അപ്പോൾ മിന്നാദൽ വക്കൂഫാണ്, ധാരാളം പാലുള്ള മൃഗത്തെയാണ് ഇവിടെ എന്താണ് ഔദാര്യമായിട്ട് നൽകേണ്ടത്. വക്കൂഫ് എന്ന് പറഞ്ഞാൽ അൽ കസീറത്തുൽ ലബന് വക്കഫൽ ബൈത്ത് ഇതാ ഖത്തറ, മഴ പെയ്തല പറയും. വൽ ഫൈ വലാദി റഹബി ളാലിമി,
വൽ ഫൈവ് ചെയ്യേണ്ടത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അൽ അത്ഫു റുജൂഉ ബിൽ ബിർരി, അനുകമ്പ ചെയ്യേണ്ടത് അലാദിർ റഹ്മുല്ലാലിമീൻ, അക്രമകാരിയായിരിക്കുന്ന കുടുംബബന്ധം ഉടയവൻ്റെ മേലാണ്. ഐ അലൈക ബി ഖത്ഇ സിലത്തി ഗൈരിഹി, അതായത് നിന്നോട് അക്രമം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിന്നോട് കുടുംബബന്ധം മുറിച്ചും അതുപോലെ തന്നെ വഴക്കും ഒക്കെ ആക്കിയിരിക്കുന്ന കുടുംബക്കാരുണ്ടാവും. അവർക്ക് നീ എന്ത് ചെയ്യണം? ചില അനുകമ്പകൾ, ഔദാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അവർ നിന്നിലേക്ക് അടുക്കും. ഫൈലം തുത്തിഖ് ദാലിക, നിനക്കതിന് കഴിവില്ല, ഇതൊന്നും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ നിനക്ക് കഴിവില്ലെങ്കിൽ ഫത്ഇമിൽ ജാഇഅ, വിശക്കുന്നവർക്ക് നീ ഭക്ഷണം നൽകുക. വസ്കിൽ ലംആന, അതുപോലെ നല്ല ലംആൻ ദാഹമുള്ളവർക്ക് നീ വെള്ളം കുടിപ്പിക്കുക. അതുപോലെ വഅ്മുർ ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് നീ കൽപ്പിക്കുക. വൻഹാനിൽ മുങ്കർ, നീ തിന്മ നിരോധിക്കുക. ഫൈലത്തുത്തിക്ക്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ മേൽ പറയപ്പെട്ട പുണ്യപ്രവർത്തിയുടെ സ്ഥാനത്താണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ചെയ്യാൻ കഴിയുന്നവർ, മേൽ പറയപ്പെട്ട പുണ്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവർ അത് ചെയ്യണം. അത് ചെയ്യാൻ കഴിയാത്തവർ എന്ത് ചെയ്യണം? കഴിയുന്നിടത്തോളം എന്ത് ചെയ്യണം? ദാനധർമ്മങ്ങൾ ചെയ്യുക, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക, ദാഹിക്കുന്നവർക്ക് കുടിപ്പിക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ നിരോധിക്കുക. അതൊക്കെ ഒരുപാട് പണമൊന്നും വേണ്ട ചെയ്യാൻ. അടിമത്ത മോചനം എന്നൊക്കെ പറയുന്നത് ഭയങ്കര പണം വേണ്ട സംഗതികളാണ്. അത് മറ്റുള്ളവർക്ക് മൃഗങ്ങളുടെ പാല് കറന്ന് കുടിച്ച് ഉപകാരമെടുക്കാൻ വേണ്ടിയിട്ട് നൽകുന്ന ഉപകാരം, അത് പൈസ ഉള്ളവർക്ക് പറ്റുള്ളൂ. ഫൈല്ല, എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ് ഫൈല്ലം തുത്തക്കതാലിക്കാൻ, നിനക്ക് ഇതിന് കഴിയില്ല എങ്കിൽ ഫകുഫ ലിസാനക ഇല്ലാ മിൻ ഖൈർ, നിന്റെ നാവിനെ നീ തടഞ്ഞു വെച്ചോളി. ഇല്ലാ മിൻ ഖൈർ, നന്മയായ കാര്യത്തിലൊഴികെ. അപ്പം നല്ല കാര്യം പറയാൻ വേണ്ടി മാത്രമേ നിന്റെ നാക്ക് നീ ഉപയോഗിക്കാവൂ. അല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? നാവ് അടക്കി വെക്കുക. അപ്പോൾ നിനക്കൊന്നിനും കഴിയാത്തവനാണ് എങ്കിൽ നാവ് അടക്കി വെച്ചാൽ തന്നെ നിനക്ക് വലിയ പുണ്യം നേടാൻ കഴിയും. ഖൈറായ കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ നീ ആ നാവ് ഉപയോഗിക്കാം. റവാഹുൽ ബൈഹഖി ഫി ശുഅബിൽ ഈമാൻ. 3385 ഹദീസ് വൻ അംർ ബിൻ അബസ റളിയല്ലാഹു തആല അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല പറഞ്ഞു, മൻ ബനാ മസ്ജിദ, ആരെങ്കിലും അല്ലാഹു തആലയ്ക്ക് വേണ്ടി പള്ളി പണിതാൽ, ലിയുദ്കർ അല്ലാഹു ഫീഹി, അതിൽ അല്ലാഹുവിനെ സ്മരിക്കപ്പെടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു പള്ളി പണിതാൽ, ബുനിയ ലഹു ബൈത്തുൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അവന് വേണ്ടി ഒരു ഭവനം പണിയപ്പെടുന്നതാണ്. വമൻ അഅതക നഫ്സൻ മുസ്ലിമ, ആരെങ്കിലും ഒരു മുസ്ലിമായ ഒരു ശരീരത്തെ, ഒരു ദേഹത്തെ മോചിപ്പിച്ചാൽ, അടിമത്തം മോചിപ്പിച്ചാൽ, കാനത്ത് ഫിദിയതഹു മിൻ ജഹന്നമ, അവൻ്റെ മോചനദ്രവ്യം നരകത്തിൽ നിന്നായിരിക്കുന്നതാണ്. അപ്പം അവന് നരകത്തിൽ നിന്ന് മോചനം കിട്ടുന്നതാണ്. വമൻ ശാബ ശൈബത്തൻ ഫീ സബീലില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ശൈബത്ത് നരബാധിച്ചാൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇങ്ങനെ സഞ്ചരിച്ച് യുദ്ധം ചെയ്ത് നരബാധിച്ചാൽ, കാരത്തിലഹു നൂറയ്യൂബൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവനത് പ്രകാശമായി തീരുന്നതാണ്. റവാഹു ഫീ ശർഹി സുന്നഹ്. ഇനി അൽ ഫസ്ലു സാലിസ്, മൂന്നാമത്തെ ഫസ്ല്, അനിൽ ഗരീഫ് ഇബ്നു ഇയാസ് ദൈലമി റളിയല്ലാഹു തആല അൻഹു ഖാല, അദ്ദേഹം പറഞ്ഞു, അത്തൈനാ വാസിലത്തുൽ അസ്ഖാ, ഞങ്ങളുടെ അടുക്കൽ വാസിലത്തുൽ അസ്ഖാ എന്നവർ വന്നു. ഫഖുല്ല, വാസിലത്ത് എന്നവരോട്, സ്വഹാബിയാണല്ലോ വാസിലത്ത്, വലിയ മഹാനാണല്ലോ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ബഹുമാനപ്പെട്ട ഗരീഫ് ഇബ്നു ഇയാസ് ദൈലമി എന്ന് പറയുന്ന മഹാൻ താബിഇയാണ്, സ്വഹാബിയായിരിക്കുന്ന വാസിലത്ത് എന്നവരോട് എന്നവർ വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഹദ്ദിസ്നാ ഹദീസൻ ലൈസ ഫീഹി സിയാദത്തുൻ വലാ നുഖ്സാൻ, കൂട്ടലോ കുറയ്ക്കലോ ഒന്നുമില്ലാത്ത ഒരു വർത്തമാനത്തെ, ഒരു ഹദീസിനെ താങ്കൾ ഞങ്ങളോട് ഹദീസ് പറയണം. നബിതങ്ങളുടെ ഹദീസിൽ നിന്നും കൂട്ടലോ കുറയ്ക്കലോ ഒന്നും കൂടാതെ കൃത്യമായിട്ട് നബിതങ്ങളുടെ വചനം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരയണം. ഇത് പറഞ്ഞു. ഫഗളിബ, അപ്പോൾ ബഹുമാനപ്പെട്ട വാസിലത്ത് എന്നവർ ദേഷ്യപ്പെട്ടു. വഖാല, അദ്ദേഹം ചോദിച്ചു, ഇന്ന അഹദക്കും ലയഖറഉ, തീർച്ചയായിട്ടും നിങ്ങൾ ഒരാൾ അവൻ ഓതുന്നു, വമുസ്ഹഫുഹു മുഅല്ലഖും ഫീ ബൈതിഹി, അവൻ്റെ മുസ്ഹഫ്, അവൻ്റെ ഓതാനുള്ള ഖുർആൻ അവൻ്റെ വീട്ടിൽ ഒരു സ്ഥലത്ത് ബന്ധിപ്പിക്കപ്പെട്ട് വെച്ചിരിക്കുകയാണ്, തുറന്നു നോക്കുന്നില്ല. ഫയസീദു വയൻഖുസു, അപ്പോൾ അവൻ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമോ? ഫഖുല്ല, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇന്നമാ അറദിന ഹദീസൻ സമീഅതഹു, വാസിലത്ത് എന്ന മഹാനവറുകളെ,
നിബിതങ്ങളിൽ നിന്നും അങ്ങ് കേട്ട ഹദീസിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്, ഖുർആനെ കുറിച്ചല്ല. ഖുർആൻ ഒരു സ്ഥലത്ത് എടുത്തു വെച്ചിരിക്കുകയാണെങ്കിൽ പോലും ആരും കൂട്ടിയും കുറച്ചും ഒന്നും അതിൽ പാരായണം ചെയ്യില്ല. പക്ഷെ ഹദീസ് അങ്ങനെയല്ലല്ലോ. ഒരുപാട് ദുർബോധനങ്ങളും ദുർഹദീസുകളും വ്യാജ ഹദീസുകളും ഒക്കെ ഉള്ള കാലമല്ലേ. അതുകൊണ്ടൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് കേട്ടതായിരിക്കുന്ന ആ ഹദീസിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. ഫഖാല, അപ്പോൾ വാസലത്തുന്നവർ പറഞ്ഞു, അതൈനാ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. ഫി സ്വാഹിബിൻ ലനാ ഔജബ, ഞങ്ങളുടേതായിരിക്കുന്ന ഒരു കൂട്ടുകാരനെ സംബന്ധിച്ച് ചോദിക്കാൻ. ഔജബ, അദ്ദേഹം എന്ത് ചെയ്തു? നരകത്തിന് അർഹനായി തീർന്ന, നരകത്തിൽ പ്രവേശിക്കാൻ ഇടയാകുന്ന വൻപാപം ചെയ്ത ഒരു മനുഷ്യൻ്റെ, ഞങ്ങളുടെ കൂട്ടുകാരൻ്റെ വിഷയത്തിൽ നബി തങ്ങളോട് വന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ വന്നു. യഅനി അന്നാർ ബിൽ ഖത്ലീൻ, കൊല കൊണ്ട്, അതായത് മറ്റൊരാളെ കൊന്നിട്ട് നരകശിക്ഷയ്ക്ക് നിർബന്ധിതനായി തീർന്ന ഞങ്ങളുടെ ഒരു കൂട്ടുകാരനെ കുറിച്ച് പറയാൻ വേണ്ടി നബി തങ്ങളുടെ അടുക്കൽ ഞങ്ങൾ വന്നു. ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, അഅ്തിഖു അന്നൂ, ആ മനുഷ്യനെ തൊട്ട് നിങ്ങളുടെ കൂട്ടുകാരനെ തൊട്ട്, കൊല നടത്തിയ നിങ്ങളുടെ കൂട്ടുകാരനില്ലേ, ആ കൂട്ടുകാരനെ തൊട്ട് നിങ്ങളൊരു അടിമയെ മോചിപ്പിക്കുക. എന്നാൽ എന്നാൽ നിങ്ങൾ മോചിപ്പിക്കുന്ന ആ ഒരു അടിമയുടെ ഓരോരോ അവയവത്തിനും പകരമായിട്ട് ആ കൊലപാതകം നടത്തിയ നിങ്ങളുടെ സുഹൃത്തിൻ്റെ പാപത്തിൽ നിന്നും, ഓരോ അവയവത്തിൻ്റെ പാപത്തിൽ നിന്നും, നരകത്തിൽ നിന്നും അല്ലാഹു തആല മോചിപ്പിക്കുന്നതാണ്. റവാഹു അബൂ ദാവൂദ് നസായി. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇവിടെ ബ്ലഡ് മണി എന്ന് പറയുന്ന മോചനദ്രവ്യം കൊടുക്കുക, അതാണ്. അപ്പോൾ തികച്ചും കൊന്നവനെ കൊല്ലുക, ഖിസാസ്, ഇന്നഫിൽ ഖിസാസ്. അപ്പം ഖിസാസിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗമാണ് ഈ പറഞ്ഞത്. ഏത്? കൊല്ലപ്പെട്ടവൻ്റെ കുടുംബത്തിന് എന്ത് ചെയ്യണം? അവനെ തൊട്ട് എന്ത് ചെയ്യണം? അഅ്തിഖു അൻഹു എന്നാണ്. ആ മനുഷ്യനെ തൊട്ട്, ആ കൊലപാതകയെ തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു അടിമയെ മോചിപ്പിക്കണം. അതായത് ഏതൊരു വ്യക്തിയാണോ ഈ മനുഷ്യൻ കൊന്നത്, ആ വ്യക്തിയുടെ, കൊല്ലപ്പെട്ട വ്യക്തിയുടെ രക്ഷിതാക്കൾക്ക് പാരിതോഷികം, അതായത് നല്ലൊരു അയാൾ വധിക്കപ്പെട്ടതിന് പരിഹാരമായിട്ടുള്ള ഒരു പരിഹാര തുക നിങ്ങൾ കൊടുക്കുകയാണ് എങ്കിൽ ഇവിടെ നിന്നുള്ള പ്രതികാര കൊലയ്ക്കും നരകത്തിൽ നിന്നുള്ളതായിരിക്കുന്ന ശിക്ഷയ്ക്കും ഈ മനുഷ്യനക്ക് മോചനമായി തീരുന്നതാണെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. റവാഹു അബൂ ദാവൂദ് നസായി. വാൻ സബറത്ത് ബിൻ ജുദ്ബ്, ബഹുമാനപ്പെട്ട സബറത്ത് ബിൻ ജുദ്ബ് റളിയല്ലാഹു തആല അന്നുവിനെ തൊട്ട് റിപ്പോർട്ട് കാലത്തെ പറഞ്ഞു, കാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ്ളലു സ്വദഖത്തി അഷ്ശഫാഅത്തു, സ്വദഖയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളത് ഷഫാഅത്ത് ചെയ്യലാണ്, ശുപാർശ ചെയ്യലാണ്. ബിഹാ തുഫക്കു റഖബത്തു, ബിഹാ, ആ ഷഫാഅത്ത്, ശുപാർശ കൊണ്ട്, തഫക്കുർ റഖബത്ത അല്ലെ തുഫക്കുർ റഖബത്തു, ഒരു അടിമയെ മോചിപ്പിക്കപ്പെടും. അപ്പോൾ ഒരു അടിമയെ മോചിപ്പിക്കാൻ കാരണമാവുന്ന തരത്തിൽ ആ യജമാനനോട് എന്ത് ചെയ്യണം? ഒരു ശുപാർശ ചെയ്യുക, ഒരു ഉപദേശം നൽകുക. ഇതാണ് സ്വതക്കകളിൽ ഏറ്റവും വലിയ സ്വതക്ക എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. റവാഹുൽ ബൈഹഖി ഫി ശുഅബുൽ ഈമാൻ. ഇമാം ബൈഹഖി റളിയല്ലാഹു തആല അൻഹു ബഹാനവറുകളുടെ ശുഅബുൽ ഈമാനിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതോടെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഇഅ്തിഖാദിന്റെ ബാബിലെ ഈ 3 ബാബും കഴിഞ്ഞു. ഇനി അടുത്ത ബാബ് ഇഅ്തിഖാദുൽ അബദിൽ മുശ്തറക്കി വ ശറാഇൽ ഖരീബി വൽ ഇഅ്തിഖാദ് ഫിൽ മറദി. ഇനി വരുന്നത് അടുത്ത ഹദീസാണ്, അടുത്ത ബാബാണ്. ഈ ബാബ് അവസാനിച്ചു. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.